നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന നിർദ്ദേശം അനുസരിക്കാൻ പോലീസുകാർക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനോടാണ്. ഉത്തരം നൽകേണ്ടയാൾ സംസ്ഥാനത്തെ പോലീസ് മേധാവി കൂടിയായിരുന്നു. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനെ അപമാനിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം നടത്തിയത്. അഭിഭാഷകനോ സാധാരണക്കാരനോ തെരുവിൽ കഴിയുന്ന ആളോ ആരുമാകട്ടെ, ഓരോ പൗരനെയും മാനിക്കേണ്ടത് പോലീസുകാരന്റെ ഉത്തരവാദിത്വമാണ്. ഞാനിത് പലതവണയായി ആവർത്തിക്കുന്നു. ഞാനിത് എത്ര കാലം പറയണമെന്നും ചോദിക്കുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നാണ് കോടതിയുടെ ചോദ്യം. ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യം ഇങ്ങനെയാണ്: പോലീസിന്റെ ആണെങ്കിലും ജഡ്ജിയുടെ ആണെങ്കിലും ആ യൂണിഫോം ഇട്ടാൽ പദവിക്ക് ചേർന്ന വിധമാണ് പെരുമാറേണ്ടത്. ജനങ്ങൾക്ക് ആ യൂണിഫോമിൽ വിശ്വാസമുണ്ട്. അതിനർത്ഥം ജനങ്ങൾക്കുമേൽ അധികാരം പ്രയോഗിക്കണം എന്നല്ല. സമ്മർദ്ദമാണെന്ന് പറഞ്ഞ് അതിക്രമം കാണിച്ചാൽ വകവെച്ച് തരാനും പറ്റില്ല. അഭിഭാഷകനോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ജോലിയുടെ സമ്മർദ്ദം മോശം പെരുമാറ്റത്തിനുള്ള ന്യായീകരണമല്ല. പോലീസിന് സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള പരിശീലനം ലഭിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എങ്കിൽ ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോകണമാണ് ചെയ്യേണ്ടത് എന്നും കോടതി പറഞ്ഞു. ആലത്തൂർ സ്റ്റേഷനിൽ അക്വൈബ് സുഹൈൻ എന്ന അഭിഭാഷകനെ SI VR റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിൽ തുടർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. വാഹന അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനവും വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെയാണ് SI അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തുടർന്നായിരുന്നു കോടതിയുടെ ഇടപെടൽ. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് താൻ സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും നിരുപാധിക മാപ്പ് പറയാൻ സന്നദ്ധനാണ് എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തെ ചോദ്യം ചെയ്തായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷമായ വാക്കുകൾ പ്രയോഗിച്ചത്. അഭിഭാഷകനെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതി അലക്ഷ്യപരമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പോലീസ് പറയുന്നു. ഇത് പരസ്പര വിരുദ്ധവുമാണ്. ഒന്നുകിൽ കോടതി അലക്ഷ്യത്തിന് വിചാരണ നേരിടുക, അല്ലെങ്കിൽ വ്യക്തതയുള്ള സത്യവാങ്മൂലം നൽകുക. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് അറിയിക്കാൻ സംസ്ഥാന DGPക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശം പെരുമാറ്റം പാടില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ടെന്നും DGP തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടിയ കോടതി. ശാസനം മാത്രം കേട്ട് ചെയ്ത തെറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാമെന്ന് കരുതരുത് എന്നും കൂട്ടിച്ചേർത്തു. മാർച്ച് 1 കേസ് വീണ്ടും പരിഗണിക്കും. അഭിഭാഷകർക്ക് ജോലി ചെയ്യാനുള്ള സുരക്ഷിതത്വം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ നൽകിയ ഹർജിയിൽ സർക്കാർ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും കേരള ബാർ കൗൺസിലും നൽകിയ ശുപാർശയിൽ എന്ത് തീരുമാനമെടുത്തു എന്നതാണ് അറിയേണ്ടത്.